അമ്മ മാതാവിനും തിരുക്കുമാരനും ഞങ്ങളുടെ 1000 നന്ദി. എൻ്റെ പേര് കിഷോർ, ഇതെൻ്റെ ഭാര്യ മനീഷ, ഞങ്ങളുടെ മക്കൾ ഇവാനിയ, ജുവാൻ. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് സെറ്റിലായിരിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ സിംഗപ്പൂരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2022 നമ്മൾ ഉടമ്പടി വെച്ചപ്പോഴത്തേക്കും ഞങ്ങൾ വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധ്യമായി കിട്ടി. അത് ഏറ്റു ചെല്ലാൻ പറയാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ഞങ്ങൾ സിംഗപ്പൂരായിരുന്നു ആ സമയത്ത് കോവിഡൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് PR അവിടെ സിംഗപ്പൂർ ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ വരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ചെയ്യുകയും അതിനോടനുബന്ധിച്ച് PR ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് തന്നെ ഓഫ് ഷോർ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ സിംഗപ്പൂർ ആയതുകൊണ്ട് ഒരു രീതിയിൽ നമുക്ക് PR നമുക്ക് അപ്രൂവ് ആയി കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ 2022 വന്ന് നമ്മൾ ഉടമ്പടി വയ്ക്കുകയും അതിനോട് വെച്ച് ബോർഡറെല്ലാം ഓപ്പൺ ആയപ്പോഴത്തേക്കും ഫസ്റ്റ് ഇത് തന്നെ നമുക്ക് പ്രിഫറൻസ് കിട്ടുകയും ഞങ്ങളുടെ 2023 ഞങ്ങൾക്ക് PR അപ്രൂവ് ആകുകയും ചെയ്തു. അത് ഉടമ്പടിയിൽ ഞങ്ങൾ മാതാവിനോട് സമർപ്പിച്ച് വെച്ചതിൻ്റെ അതിനുശേഷം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഉടമ്പടി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ PR ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ തൈലം പൂശുകയും അത് സബ്മിറ്റ് ചെയ്യുകയും ഓരോ സ്റ്റേജിലും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾക്ക് 2023 PR ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കിട്ടിയത്. പക്ഷേ സ്വാഭാവികമായിട്ടും സിംഗപ്പൂർ നമ്മുടെ ജോലിക്കൊന്നും പ്രത്യേകിച്ച് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാം ഓക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകി ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് എൻട്രി കഴിഞ്ഞിട്ട് തിരിച്ച് സിംഗപ്പൂർ തന്നെ തിരിച്ച് വന്ന് ജോലി ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ജോലി മൂവ് ചെയ്താൽ മതി എന്നൊരു രീതിയിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഒരു 2026 ആദ്യത്തോടു കൂടിയൊക്കെ മൂവ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ 2024 ജനുവരിയിൽ വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൽ കുറച്ച് നിയോഗങ്ങൾ വീണ്ടും സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിലൊന്ന് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് PR കിട്ടി മാതാവേ, ഒരു സ്മൂത്തായിട്ട് ഓസ്ട്രേലിയയിലേക്ക് ഒന്ന് ട്രാൻസിഷൻ ചെയ്ത് തരണമേ, യാതൊരു പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് തരണമേ എന്നുള്ളതായിരുന്നു ഞങ്ങൾ വെച്ചിരുന്നത്. അപ്പോൾ തിരിച്ച് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ജോലിക്ക് യാതൊരു തടസ്സമില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് എൻ്റെ പ്രൊജക്റ്റിന് നമ്മൾ രണ്ടുപേരും IT യിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൊജക്റ്റ് സ്റ്റോപ്പ് ആവുകയും അപ്പം എനിക്ക് വേറെ ജോലി സിംഗപ്പൂർ തന്നെ തപ്പേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ എത്ര നോക്കിയിട്ടും സിംഗപ്പൂർ വേറൊരു ജോലി കിട്ടാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്താണ് എനിക്ക് സംബന്ധിച്ച്, ഞാൻ കരിയറിലൊക്കെ ഒത്തിരി നല്ല ഇതാണ്, പക്ഷേ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, ഞങ്ങൾ ഉടമ്പടിയും വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ മാതാവിനോട് ചോദിക്കുകയും അങ്ങനെ കുറച്ചും കൂടെ കൂടുതലായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ സ്വാഭാവികമായിട്ടും സിംഗപ്പൂർ ജോലി കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഓസ്ട്രേലിയൻ PR ഓൾറെഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓസ്ട്രേലിയയിലേക്ക് എന്നാൽ പിന്നെ ജോലി നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഓസ്ട്രേലിയയിലോട്ട് ജോലി നോക്കി തുടങ്ങി. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരികയും ജോബ് ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത് എനിക്ക് ജോലി കിട്ടുകയും ആ മാസം അവസാനം തന്നെ എനിക്ക് അവിടെ ജോയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ ഞാൻ ഒരു 2024 ഏപ്രിൽ ആദ്യത്തോടു കൂടി ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തു. അപ്പോഴും വൈഫും പിള്ളേരും സിംഗപ്പൂർ തന്നെ കണ്ടിന്യൂ ചെയ്തു. കാരണം പിള്ളേരുടെ പഠനവും കാര്യങ്ങളും വൈഫും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നീട് ഇപ്പോൾ ഡിസംബറോട് കൂടി വൈഫിൻ്റെയും ജോലി അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് 2025 ആദ്യത്തോടു കൂടി മാറാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. അങ്ങനെ 2024 ഡിസംബറിൽ മനീഷ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. അപ്പം ഞാൻ അവിടെ നിന്ന് പിള്ളേരുടെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഞങ്ങൾ അവരെയും കൂടെ കൂട്ടി ഓസ്ട്രേലിയയിലേക്ക് വന്നു. 2 മാസം കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും മനീഷയ്ക്കും അവിടെ ജോലി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീടാണ് അറിഞ്ഞത് മനീഷയുടെ ജോലിയും ഒരു ഫെബ്രുവരി മാർച്ച് ആയപ്പോഴത്തേക്കും ആ പ്രൊജക്റ്റും സ്റ്റോപ്പ് ചെയ്തു. ആ പ്രൊജക്റ്റിലുണ്ടായിരുന്ന എല്ലാവരെയും അവർ ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ചെയ്യുകയും അങ്ങനെ അവിടെ സിംഗപ്പൂർ PR ഇല്ലാത്തവരെല്ലാവരും നാട്ടിൽ പോകേണ്ട ഒരു സിറ്റുവേഷനും വരികയുണ്ടായി. അപ്പം മാതാവ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വെച്ചിരുന്ന ഫസ്റ്റ് ഒരു അപേക്ഷ എന്നുള്ള രീതിയിൽ ഒരു സ്മൂത്തായിട്ട് PR ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്ത് തരണേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാളും അപ്പുറം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് മാതാവ് സാധിച്ചു തന്നിരിക്കുന്നത്. ഞാനും മനീഷയും കുറേ കാര്യങ്ങളൊക്കെ ഒത്തിരി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. പക്ഷേ അതിലൊന്നും കൂടെ അല്ലാതെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്, ഒരിക്കലും പറ്റാത്ത രീതിയിലുള്ളത്. സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയയിലേക്ക് വന്നതിന് ശേഷം പിന്നീട് 2 പേർക്കും ജോലി ആയപ്പോഴത്തേക്കും ഒരു വീടെന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് വരികയുണ്ടായി. അപ്പം വീട് നോക്കുമ്പോഴത്തേക്കും ഒരു രീതിയിലും ഒരിടത്തും നമുക്ക് വീടൊന്നും അങ്ങനെ കാണിച്ചു തരികയോ അങ്ങനത്തെ കിട്ടുന്നില്ല.
ചില വീട് ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും അടുത്ത് പിള്ളേരുടെ സ്കൂൾ സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും, നല്ല സ്കൂളായിരിക്കത്തില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഡിസംബർ അവസാനം ഈ വർഷം നമ്മൾ നാട്ടിലേക്ക് വരാനായിട്ട് ടിക്കറ്റൊക്കെ ഓൾറെഡി നേരത്തെ എടുത്തതാണ്. അപ്പം ഒന്നും ആവാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ മാതാവിനടുത്ത് ഒരു ലൈറ്റ് ക്യാൻഡിൽ ഓൺലൈൻ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. നവംബർ 1 മാതാവെ, ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്കൊരു വീട് എന്നൊരു സ്വപ്നം സാധിച്ചു തരണമേ, അതിന് എന്തെങ്കിലും ഒരു അടയാളം മാതാവ് കാണിച്ചു തരണമേ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ വീട് എല്ലാ ആഴ്ചയും വീക്കെൻഡ്സ് നമ്മളിങ്ങനെ വീട് പോയി നോക്കുന്നുണ്ട്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു വീട് പോയി കാണുകയും ആ വീട് നമുക്ക് ഇഷ്ടപ്പെടുകയും അതിൽ അടയാളം എന്നുള്ള രീതിയിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒരു ചുമരിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അടയാളമായിട്ട് കിട്ടുകയും മാതാവ് കാണിച്ചു തരികയും നമുക്ക് ആ വീട് സ്വന്തമാവുകയും ചെയ്തു. എല്ലാത്തിനും അടുത്തൊരു വലിയൊരു അപേക്ഷ ഞങ്ങൾ വെച്ചിരുന്നു വെച്ചാൽ, എൻ്റെ മകൻ ജുവാൻ, ഇവന് സ്പീച്ചിനൊരു ഡിലേ ഉണ്ടായിരുന്നു ബർത്തിന് ശേഷം. അപ്പം ആദ്യമൊക്കെ സ്പീച്ച് തെറാപ്പിസ്റ്റിനെയൊക്കെ കാണിച്ചിരുന്നെങ്കിലും അത്ര ഒരു വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഉടമ്പടിയിൽ അവനെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും മനീഷ കഴിഞ്ഞ 2024 ജവമാല റാലിയിൽ സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വരുന്ന അതിൽ പങ്കുചേരുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ അവൻ്റെ നാവിൽ പുരട്ടി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അതിനുശേഷം അവനൊരു വലിയൊരു ചേഞ്ചാണ് അവനിൽ സംഭവിച്ചത്. അവനിപ്പം നന്നായിട്ട് സംസാരിക്കും, യാതൊരു കുഴപ്പമില്ലാതെ സംസാരിക്കും. 2024 ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും മാതാവിനോടത്ത് ഞാൻ ഇവിടെ വന്ന് ഈ കിട്ടിയ അനുഭവങ്ങളെല്ലാം ഏറ്റുചൊല്ലാമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ജൂൺ ജൂലൈയിൽ ഞാനിവിടെ വന്നെങ്കിലും എനിക്കത് സാക്ഷ്യപ്പെടുത്താൻ എനിക്കൊരു ഒരു ചമ്മലായിരുന്നു. എനിക്കൊരു എന്താ പറയുക, പറയാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ 2024 എന്നുള്ളൊരു വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ദൈവം ഞങ്ങൾക്കായിട്ട് എല്ലാം ഒരുക്കി തരികയായിരുന്നു. എന്താ പറയുക, അത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. കാരണം എല്ലാം ഒരു മിറാക്കിൾ പോലെയായിരുന്നു സംഭവിച്ചിരുന്നത്. ശരിക്കും ഒത്തിരി സിറ്റുവേഷൻ, എൻ്റെ ജോലി പോകേണ്ടതായിരുന്നു, മനീഷയുടെ ജോലി പോകേണ്ടതായിരുന്നു, മൊത്തത്തിലൊരു തടസ്സം സംഭവിക്കേണ്ട സ്ഥലത്തുനിന്ന് ഞങ്ങളെ അതൊന്നും അറിയിക്കാതെ ഈ 2025 എന്നുള്ള വർഷത്തിലേക്ക് ഞങ്ങളെ സ്മൂത്തായിട്ട് ദൈവം മാതാവ് കൊണ്ടെത്തിക്കുകയാണ് ഉണ്ടായത്. അതിന് മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതോടൊപ്പം അന്ന് ജൂലൈയിൽ വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാതിരുന്നതിൽ മാതാവിനോട് ഞാൻ എൻ്റെ ക്ഷമയും ചോദിച്ചോളുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടമായിട്ട് കുറച്ച് ഓർഫനേജുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മാസവും ആ ഓർഫനേജുകളിലേക്കുള്ള ഫുഡ്, ഒരു 100 പേരോളമുണ്ട്, മാസം ഫുഡ് നമ്മൾ അവിടെ കൊടുക്കുമായിരുന്നു. പിന്നെ കൃപാസന പത്രം പല സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലുള്ളവർക്കും അവിടെ എല്ലാം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് വഴിയും കുടുംബക്കാർ വഴിയൊക്കെ വരുമ്പം സുഖമില്ലാത്ത ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ അടുത്ത് വരുന്നവരൊക്കെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്. പ്രഭാഷകൻ 34:19 തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവും പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കുവാൻ സംരക്ഷണവും വീഴാതിരിക്കുവാൻ ഉറപ്പും ആണ്. കിഷോറും മനീഷയും അമ്മ മാതാവിൻ്റെ ഈ തിരുവൾത്താരയിൽ ഒത്തിരി നന്ദിയോടുകൂടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കിഷോർ പറഞ്ഞ സാക്ഷ്യത്തിൽ ഒരു ഗൗരവമുള്ള പ്രത്യേകതയുണ്ട്. രണ്ടുപേരും IT ഫീൽഡിൽ സിംഗപ്പൂരിൽ വർക്ക് ചെയ്യുന്നു, കോൺട്രാക്റ്റ് ഉള്ളവരാണ്. അതുകൊണ്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുവാൻ അവർക്ക് സാധിക്കില്ല. എന്നാൽ അതേ നാളുകളിൽ തന്നെ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ PR കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. PR അവർക്ക് ഏതാണ്ട് അവിടെ അനുവദിച്ച് കിട്ടി. ഇവിടുന്ന് മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള കോൺട്രാക്റ്റ് പൂർത്തിയാവണം, കമ്പനി റിലീവ് ചെയ്യണം. അങ്ങനെ ഒത്തിരി ടെക്നിക്കൽ അതുപോലെ തന്നെ നിയമപരമായ ബൈൻഡിങ്സ് ഒത്തിരിയുണ്ട്. ഈ ഒരു സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് രണ്ടുപേരുടെയും ജീവിത വിഷയം അവർ സൂചിപ്പിക്കുന്നത്. ആദ്യം കിഷോറിൻ്റെ ആ കമ്പനിയിൽ ഏതാണ്ട് ജോലി അവിടെ അവസാനിച്ചുകൊണ്ട് ടെർമിനേഷനിലേക്ക് വരുന്നു. അതുപോലെ തന്നെ കുറേ കഴിയുമ്പോൾ മനീഷയുടെ കമ്പനിയിലും ചെയ്തുകൊണ്ടിരുന്ന ജോലി അവരേതാണ്ട് നിർത്തുന്നു, അതും ടെർമിനേഷനിലേക്ക് വരുന്നു. യാതൊരു ബൈൻഡിങ്സും ഇല്ലാതെ, യാതൊരു കോൺട്രാക്റ്റ് വയലേഷനും ഇല്ലാതെ സ്മൂത്തായി കരങ്ങളിലെടുത്ത് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോയതുപോലെ അവർക്ക് ആ ട്രാൻസ്ഫർ നടന്നു എന്നതാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ ഒത്തിരി സാമ്പത്തിക നഷ്ടമുണ്ടാകുമായിരുന്നു, സമയനഷ്ടമുണ്ടാകുമായിരുന്നു, ഏറെ നാൾ ലീഗലായിട്ടുള്ള പ്രൊസീജിയർ ചെയ്യേണ്ടി വരുമായിരുന്നു. ഉടമ്പടിയിൽ ഈ മക്കൾ എളിമയോടെ നിയോഗം വയ്ക്കുകയും
അത് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സ്നേഹത്തോടു കൂടി ഈ നിയോഗം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യത്തെ കേൾവിയിലും ആദ്യത്തെ ഒരു നോട്ടത്തിലും അവർക്ക് തിരിച്ചടികൾ വന്നതുപോലെ നാം കാണുമെങ്കിലും യാതൊരു തിരിച്ചടികളും ഇല്ലാതെ സുരക്ഷിതമാക്കുന്ന ദൈവകരുതലിനെയാണ് ഈ സാക്ഷ്യത്തിൽ നാം അനുഭവിക്കുന്നത്. കാരണം രണ്ടുപേരുടെയും ജോലി ടെർമിനേഷൻ വരുന്നുണ്ട്, രണ്ടുപേരുടെയും ജോലി വളരെ പെട്ടെന്ന് നിന്നു പോകുന്നുണ്ട്. അത് ഒരു ആദ്യ നോട്ടത്തിൽ വരുമാനം തീരുന്നു, ജോലി തീരുന്നു, ജീവിതം ക്ലേശമാകുന്നു, എന്ത് ചെയ്യുമെന്നറിയാത്ത ഒരു പരിഭ്രമം ജീവിതത്തിൽ കൊണ്ടുവരുവാൻ ഏറെ സാധ്യതയുണ്ട്. എന്നാൽ അവർക്കറിയാം തങ്ങളുടെ ടെർമിനേഷന് ഒരു ബ്ലെസ്സിങ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരുന്ന തിരിച്ചടികളിൽ നമുക്ക് ഒരു ദൈവകരം കാണുവാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് ഈ സാക്ഷ്യം നമ്മളോട് ചോദിക്കുന്നത്. നമുക്കൊരു ദൈവകരം കാണുവാൻ സാധിക്കുന്നുണ്ടോ? ആദ്യ കാഴ്ചപ്പാടിൽ നമുക്കത് നിരാശ, സാമ്പത്തിക നഷ്ടം, ജീവിതത്തിൽ ലഭിക്കേണ്ടത് പോലും ഇല്ലാതാകുന്ന സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ കഷ്ടനഷ്ടങ്ങളുടെ വലിയൊരു ആകാശമാണ് മുൻപിലേക്ക് വന്ന് നിൽക്കുന്നതെങ്കിലും അതിനപ്പുറം ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സംരക്ഷണത്തെയും ഒരു സാഹചര്യ അനുഗ്രഹങ്ങളെയും കാണുവാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ സാക്ഷ്യമാണ് ഈ മക്കൾ ഈ എൽത്താരയിൽ പറയുന്നത്. അവരൊരു ട്രാൻസിഷൻ ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇവരുടേതായ പദ്ധതികൾ ഒത്തിരി മെനഞ്ഞിരുന്നു. ഇങ്ങനെ ഒരു കമ്പനി പൂട്ടിപ്പോയി ഒരു കാര്യവുമില്ലാതെ പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം സ്വപ്നത്തിൽ അവർ കണ്ടിരുന്നില്ല. മറിച്ച് ഏതെങ്കിലും കാരണങ്ങൾ എക്സ്ക്യൂസ് പറഞ്ഞ് അവിടുന്ന് ക്വിറ്റാവുക, എങ്ങനെയെങ്കിലും വിഡ്രോവലാവുക, എന്നിട്ട് പുതിയിടത്തേക്ക് ചേക്കേറി ജോലി തേടുക, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര സുന്ദരമായി ഈ ജീവിതങ്ങളെ അമ്മ മാതാവ് സംരക്ഷിച്ചുവെന്ന് സാക്ഷ്യത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. രണ്ടാമത്തത് വീടിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടും അന്വേഷണവുമാണ്. അതും എങ്ങുമെങ്ങും എത്താതെ ഇരിക്കുമ്പോഴാണ് കൃത്യമായിട്ടും അത് മാതാവിൻ്റെ അരികിൽ നിയോഗം വെച്ച് അമ്മ ഒരു അടയാളത്തോടു കൂടി ഒരു വീട് കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നത്. അവർ പറയുന്നുണ്ട്, പതിവ് പോലെ വീടന്വേഷിച്ചു പോയി, എന്നാൽ ശാന്തമായിട്ട് ചെന്ന് കാണുന്ന ഒരു വീട്ടിൽ മാതാവിൻ്റെ ചിത്രം കണ്ടു. അതായിരിക്കും ഞങ്ങൾക്കുള്ളതെന്ന് ആ ചിത്രത്തോടു കൂടി അത് അടയാളമായി കണ്ട് വിശ്വസിച്ചു. ആ വീട് സ്വന്തമാകുന്നതിന് അത് ആ താമസിക്കുവാനുള്ള രീതിയിൽ ക്രമീകരിച്ചെടുക്കുവാൻ അമ്മ മാതാവ് സഹായിക്കുകയും ചെയ്തുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും നമ്മൾ അമ്മയോടൊപ്പം സഞ്ചരിക്കുന്നുവെങ്കിൽ അമ്മ നമ്മളോടൊപ്പം സഞ്ചരിച്ച് നമ്മുടെ വളഞ്ഞ വഴികളെ നേരെയാക്കി തരും. നമുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്നത് വാതിലുകൾ തുറന്നു തരും. നാം ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ക്ലേശം അനുഭവിക്കുന്നുവെങ്കിൽ ആ ക്ലേശങ്ങൾക്ക് അറുതി കൊണ്ടുവന്ന് തരും. കുഞ്ഞിൻ്റെ സംസാരശേഷിക്കുള്ള കുറവിനെക്കുറിച്ചും അവരെ സൂചിപ്പിച്ചു. അതിവിടെ മനുഷ്യ വന്ന് മാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലിയിൽ ത്യാഗത്തോടെ പങ്കെടുത്ത് തിരികെ ചെന്ന് നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് കുഞ്ഞിന് പ്രാർത്ഥിച്ചു തുടങ്ങിയ നാളുകളിൽ ആ സംസാരത്തിലെ ക്ലേശം മാറുകയും നല്ല സ്ഫുടമായ ആരോഗ്യത്തോടെ കുഞ്ഞ് സംസാരിച്ചു തുടങ്ങുകയും ചെയ്തുവെന്ന ജീവിതത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ അമ്മ തിരുക്കുമാരിൽ നിന്നും വേണ്ട അനുഗ്രഹം സമയച്ചുരുക്കത്തിൽ ഏറ്റവും സുരക്ഷിതമായി ജീവിതം മേൽഗതിയിലേക്ക് നയിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് വേണ്ടി നേടിത്തരും. അതിൻ്റെ സന്തോഷമുള്ള സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഈ കുടുംബത്തിൽ ലഭിച്ച ഈ ദൈവാനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.